ഗൈസ് ഇപ്പോൾ രാവിലെ 7 മണിയായി. നമ്മളിന്ന് ഒരു മാനിനെയും ഒരു ആടിനെയും പിടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് സ്റ്റോറീസ് ഒരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ റെഡിയല്ലേ? മാനിനെ പിടിക്കാൻ പോവാം, വാ. സോ ഗൈസ്, ഈ കാണുന്നതാണ് നമ്മുടെ ആടിൻ്റെ മാർക്കറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആടിനെയാണ് പിടിക്കാൻ പോകുന്നത്. സോ ഇതാ ഇവിടെ കാണുന്നത് മൊത്തം ആടുകളാണ്. ഓക്കെ, എന്തിനാണ് നമ്മൾ ഈ ആടിനെ പിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാലില്ലേ, ഇന്ന് നമ്മുടെ ഓഫീസിൽ നിന്ന് എല്ലാവരും കൂടെ ഒരു ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ട്രിപ്പിന് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഈ പാവം ആടിനെ പിടിക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ തീരുമാനമല്ല, നമ്മുടെ ഓഫീസിലുള്ള ബാസിൽ, അർഷദ്, പിന്നെ സുഹൈൽ, ക്യാമറാമാൻ സുഹൈൽ, ഇവരുടെ 3 പേരുടെ തീരുമാനമാണ് ഗൈസ് ഈ പാവം പിടിച്ച ആടിനെയും മാനിനെയും അറുത്ത് കഴിക്കണം എന്നുള്ളത്. ഇവരുടെയൊക്കെ ഫോട്ടോ സ്പെഷ്യലായിട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമമുണ്ട്, എന്നാലും എല്ലാവരും കൂടെ ഒരുമിച്ചൊരു തീരുമാനം എടുക്കുമ്പോൾ എനിക്ക് അതിൻ്റെ കൂടെ നിന്നല്ലേ പറ്റുള്ളൂ. ഞാൻ കഴിക്കില്ല ഗൈസ്. എനിക്ക് വെറുതെയൊക്കെ നമ്മൾ ഇപ്പോൾ മറ്റേ ബീഫ് ഇതൊക്കെ കൊണ്ട് തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റും, പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞിട്ട് എനിക്കൊരിക്കലും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണെങ്കിലും കാണിച്ചു തരാം, വാ. ഗൈസ് ഇതാ നോക്ക് ഗൈസ്, പാവമാട്. ഒയ്യടാ മോനെ, ഷോ. ഇതിക്ക് മുമ്പും നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഓഫീസിലത്തെ പിള്ളേർക്ക് ഇടയ്ക്ക് ഇങ്ങനെ ആടിനെ കൊന്നു കഴിക്കണം എന്ന് പറയും. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മളിവിടെ വരും. പാവങ്ങൾ ഇരിക്കണം, നോക്ക്, വാ നക്കകത്തേക്ക് നോക്ക്. ഒയ്യോ, ഇതാ പാവം വരുന്ന, അടുത്തേക്ക് വരുന്നുണ്ട്. പാടാ കുഞ്ഞെ ബേബി. ഒയ്യോ, നമ്പേഴ്സൊക്കെ എഴുതിയിട്ടുണ്ട് ഗൈസ് അവരുടെ മേത്ത്, നോക്ക്, 7799 കണ്ട. അങ്ങനെ ഓരോ ആടിൻ്റെ മേത്തും നമ്പേഴ്സൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാ നോക്ക്, വാ ഇങ്ങോട്ട് വാ. ഇതാ ഒയ്യോ, സി. ഈ ആടിനെയാണോ നമ്മൾ എടുക്കുന്നത്? അല്ല, ഇതിനല്ല നമ്മൾ എടുക്കുന്നത്. ഓക്കെ, നമ്മൾ വേറെ ആടിനെയാണ് എടുക്കുന്നത്. ഇതിൻ്റെ മെയിൻ ആളാണ് അർഷദ്, പിന്നെ അർഷദിൻ്റെ ഫാദർ. ഇവരാണ് ആടിനെ സെലക്ട് ചെയ്യാൻ മിടുക്കന്മാർ. അപ്പോൾ ദുബായിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആടിനെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഇവിടുത്തെ ആടിനെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ ആടിൻ്റെ ഷോപ്പിലേക്ക് പോവാണ്. ഇവിടുത്തെ ആടിനൊക്കെ പ്രായം കൂടുതലാണ് പോലും. അപ്പോൾ അതുകൊണ്ട് അതവരെടുത്തില്ല. അവർക്ക് യങ് ആൻഡ് എന്താ പറയുക, ചാമിങ് ആയിട്ടുള്ള ആടിനെ വേണം. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞാടിനെ തപ്പി പോവാണ് അവർ. ഇതാ നോക്കൂ, ദേ ഗൈസ്, പശുവാണോ അത്? കാളയോ? ആ പശു അല്ല, പക്ഷെ അതിൻ്റെ മുകളിൽ എന്തോ ഉണ്ട്. ഇതാ അതിൻ്റെ പശുക്കളുണ്ട്. പശുവല്ല, ഇത് കാള, എന്താ സാധനം എനിക്കറിയില്ല. പശുവാണോ? ആ പശു, അതെ പശു ഉണ്ട്. ഇത് പശുവല്ല, അതുകൊണ്ടല്ലേ ഇത് കാളയല്ലേ? കാള, ആ അതെ അതെ. പക്ഷെ കുഞ്ചുവിന് താല്പര്യമില്ല കേട്ടോ ഗൈസ് ഇതിലൊന്നും. കുഞ്ചു ഇതിനൊന്നും ഉത്തരവാദിയല്ല. ആ അതാണ്. അപ്പൊ കുഞ്ചുവിന് ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യില്ല. അതെ, കുഞ്ചുവിന് കോഴീനെ അറക്കണതിൽ കുഴപ്പമില്ല, പക്ഷെ ആടിനെ കറക്കണത്, കോഴി, മുട്ട, മീൻ ഇതൊക്കെ കുഞ്ചു കഴിക്കും. പക്ഷേ ആട്, എന്താ പശു, ഇതൊന്നും കഴിക്കും. പക്ഷെ ഇതൊന്നും ഇങ്ങനെ അറുത്ത് കഴിക്കണമെന്ന് കുഞ്ചുവിൻ്റെ ഇഷ്ടമല്ല. എന്നെപ്പോലെ തന്നെയാണ്. പക്ഷെ അവരങ്ങനെയല്ല ഗൈസ്. നോക്ക്, ഇത് ഹോൾസെയിൽ മാർക്കറ്റാണ് എന്നാണ് അർഷദ് പറയുന്നത്. അപ്പോൾ എന്ത് പറ്റി അർഷദ്? അപ്പം നമ്മളിപ്പോൾ റീറ്റെയിൽ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ഇവിടെ എന്താണെന്ന് എനിക്കറിയില്ല കേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ വേറെ റീറ്റെയിൽ മാർക്കറ്റിൽ പോകുന്നു.
അതെന്താ കെട്ടി വെച്ചേക്കണേ? എന്ത് ഉപ്പായി ആ ഉപ്പിനെ കുറെ നക്കി ആ വെള്ളം കുടിക്കുന്നത്. കേക്ക് ഇത് ഉപ്പ് കെട്ടി വെച്ചേക്കണുണ്ടോ? ഉപ്പ് കെട്ടി വെച്ചിട്ട് ഇതിനെ കൊണ്ട് കഴിപ്പിക്കും. ആ ഉപ്പ് ഇവിടെ വെക്കുമ്പോൾ ഇതെല്ലാം ഇത് വന്നിട്ട് നക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ അതിന് ദാഹിക്കാൻ തുടങ്ങും. അപ്പൊ അത് കുറെ വെള്ളം കുടിക്കും. അപ്പൊ അതിന്റെ വെയിറ്റ് കൂടും. ആ അതിന് വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ആ വെള്ളം കുടിച്ച് അതിന്റെ വെയിറ്റ് കൂട്ടി നമ്മൾ വെയിറ്റ് നോക്കുമ്പോൾ ഇവരുടെ വെയിറ്റ് കൂടുതലായിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് ഈ ഉപ്പ് ഇങ്ങനെ ഇവിടെ കെട്ടിവെച്ചിരിക്കുന്നത്. കണ്ടോ, ആട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ഫുഡ് അവർ കഴിക്കണം? ആടിന് പ്രോട്ടീൻ പൗഡർ കൊടുക്കാന് ഗൈസ്. ശരിക്കും പ്രോട്ടീൻ പൗഡർ പോലെ അല്ലേ? ആ നല്ല മസിൽ ഉണ്ടാവാൻ വേണ്ടി പ്രോട്ടീൻ പൗഡർ കൊടുക്കാണ് ആട്. ഈ എല്ലാ ആടും 809 ആണ് കേട്ടോ, നോക്കി അല്ലേ? എല്ലാവർക്കും ഒരു നമ്പർ. ആടിന് ഫുഡ് കൊടുക്കുന്ന ചട്ടം പോകുന്നു. മറ്റേ സിനിമയിലെ പൃഥ്വിരാജിനെ പോലെ. മറ്റേ സിനിമയിലെ പൃഥ്വിരാജ് ഏത് സിനിമയായിരുന്നു? ആ ആട് ജീവിതത്തിലെ പൃഥ്വിരാജിനെ പോലത്തെ ആൾക്കാരാണ് ഗൈസ് ഇതാ പോകുന്നത്. പക്ഷേ പൃഥ്വിരാജിനേക്കാളും കഷ്ടമാണ് ഇവിടുത്തെ ആടിൻ്റെ ജീവിതം. ഗൈസ് നമ്മൾ അങ്ങനെ ആടിനെ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. ഏത് ആടിനെ നമ്മൾ ഫൈനലൈസ് ചെയ്ത്? ഏതാ? ആര്? അവിടെ ബാബാ നമ്മുടെ ആടിനെ കാണിച്ചത്. ഇവിടെയൊക്കെ നിറച്ച് ആടിൻ്റെ അപ്പിയാണ് ഗൈസ്. ഓ ഫുൾ അപ്പിയാണ് ഗൈസ്, ഫുൾ ഓഫ് അപ്പി. അയ്യോ ഗൈസ്, നമ്മൾ ഫൈനലി പാവം അർഷദ് ഫൈനലൈസ് ചെയ്തിരിക്കുന്നത് ഈ പാവം ആടിനെയാണ് ഗൈസ്, കറുത്ത ആടിനെ. ഇതിനെയാണ് നമ്മൾ അറക്കാൻ പോകുന്നത്. ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് പ്രായം കുറവാണ് അല്ലേ? അയ്യോ പാവം കേട്ടോ. അയ്യോ ഗൈസ്, ഇതിനെയാണ് ഈ ദുഷ്ടന്മാരടക്കാൻ പോകുന്നത്. അയ്യോടാ, ഏതാ കുഞ്ഞാടാണ് കേട്ടോ. അയ്യോടാ പാവം. ദേ ഒരു ആട്, ഹെയറൊക്കെ ഉള്ള ആട്. ഹലോ എന്താടാ? അയ്യോ ആ നോക്കിയ ഷൂ ഒക്കെ ഇട്ടേക്കണ്, ബൂട്ട്സ് ഒക്കെ ഇട്ടേക്കണ ആട് ഗൈസ്. പലതരത്തിലുള്ള ആടുകളുണ്ട് കേട്ടോ ഇവിടെ. ചെമ്മരി ആട്. ഈ ആടിനെയാണ് ഗൈസ് നമ്മൾ അങ്ങനെ അടക്കാൻ പോകുന്നത്. പാവം കറുത്ത മുട്ടനാടിനെ അങ്ങനെ വെളുത്ത അറക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അയ്യോ കുഞ്ഞ് പാവം. ഞാൻ പാവങ്ങളാണ് ഗൈസ്. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ ഇവര് കൊന്നു തന്നില്ലെങ്കിലും വേറെ ആരെങ്കിലും കൊന്നു തന്നു അല്ലേ? പാവം. ദേ വരണോക്കേ, ചേറിന്റെ മുകളില് ആടിന്റെ കുട്ടികൾ ഇരിക്കുന്നുണ്ട് ഗൈസ്, കണ്ടോ? അയ്യോ പാവം. ഇതാ പോണി നമ്മുടെ ആട്. ഇതേതാ മാ? അയ്യോ കാണാവോ? നമ്മുടെ ആടിനെ വേഗം വാ. നമ്മുടെ ആടിനെ ഈ വണ്ടിയിൽ കയറ്റാൻ പോവാണ് ഗൈസ്. ഈ വണ്ടിയിൽ കയറ്റിട്ട് നമ്മുടെ ആടിനെ അറക്കാൻ കൊണ്ടുപോവാണ്. ഓയ്യോടാ പാവം. അത് ചാടിപ്പോയില്ലേ? ഓയ്യോ, ഇതാണാ പെണ്ണാ? ആണ്, ഇതാണാട്ടോ ആട്, ആടാണ്. സോ ഗൈസ്, അപ്പോൾ ഈ ആടിനെ ഇനി അവർ അറക്കണ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പോവാണ്. നമ്മളപ്പോൾ ഇവരെ ഈ വണ്ടിയിൽ ഫോളോ ചെയ്യും. ഓക്കെ, ആ വണ്ടി മാറിപ്പോയി. അപ്പി ആടാണ്. യാ ആവില്ല, ചാടിപ്പോവൊന്നുമില്ല കേട്ടോ, അതിൻ്റെ ഉള്ളിൽ നിന്നോളും പാവം. കറുത്താട് മുട്ടനാട്. ഈ മുട്ടനാട് ഞങ്ങൾ ചോരയാൻ കൊടുക്കും.
ആട് നല്ല ചെറിയതാണ്, ചെറിയ നല്ല എന്താണ് കറുത്താട് ടേസ്റ്റ് കൊള്ളാം. കറുത്താടിന് ടേസ്റ്റ് കൊള്ളാം, ഇഷ്ടപ്പെടും. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ആടിനെ അറക്കുന്ന സ്ഥലത്തെത്തി. വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആടിനെ അറക്കാൻ വേണ്ടി ഇവിടെ റിസപ്ഷനിൽ പറയണം നമ്മുടെ ആട് വന്നിട്ടുണ്ട്, നമ്മുടെ ആടിനെ ഏത് ഷേപ്പിൽ ഏത് സൈസിൽ കട്ട് ചെയ്ത് തരണം എന്നുള്ളത് ഇവിടെ അർഷാദിൻ്റെ ഫാദറും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ അവരതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് തരും. നോക്കണം പാവം. എടാ നിന്നെ കട്ട് ചെയ്യാൻ കൊണ്ടുപോകാം ഞങ്ങൾ. വേറെയും അറക്കാൻ വേണ്ടിയിട്ടുള്ള ആടുകളാണ് ഇതാ ഇവിടെ നിൽക്കുന്നത്. കണ്ടോ, ഈ ആടുകളെയൊക്കെ അറക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നേക്കണതാണ്. പല ആൾക്കാർ സെലക്ട് ചെയ്ത ആടുകളാണ് ഇതെല്ലാം. നമ്മൾ ഏറ്റവും കുഞ്ഞാടിനെ നോക്കി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതാ നമ്മുടെ ആടിനെ എടുക്കാൻ പോകുന്നത്. ബൈ ബൈ. അയ്യോ പാവം. അയ്യോ, അതിൻ്റെ കയ്യുമ്മ എന്തോ കെട്ടുന്നുണ്ട്. അതിൻ്റെ കയ്യുമ്മ ടോക്കൺ നമ്പറാണ് കെട്ടിയിരിക്കുന്നത്. അയ്യോ കണ്ടോ, അതിനെ അറക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വേറൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ആടിനെ അറക്കണത് വരെ നമുക്ക് കാണാൻ പറ്റും. അതായത് ഇതിനി ആടവിടെ പോയിട്ട് പല പല ആൾക്കാരുടെ ആടുകൾ ഇങ്ങനെ ലൈനായിട്ട് നിൽക്കും. എന്നിട്ട് അങ്ങനെ ലൈനായിട്ട് നിന്നിട്ട് ഓരോ ആടിനായിട്ട് ഇവരിങ്ങനെ അറുത്ത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് നമുക്ക് തരും. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് ആടിനെ ശരിക്കും അറക്കണത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അറക്കണ സ്ഥലത്തുള്ള വീഡിയോസ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എടുക്കാൻ പാടില്ല. പക്ഷേ നമ്മുടെ ക്യാമറാമാൻ മിടുക്കനായതുകൊണ്ട് കുറച്ച് പോർഷൻസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഇനി നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ ആട് പറഞ്ഞ സൈസിൽ പറഞ്ഞ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് അവർ തരും. അങ്ങനെ നമ്മുടെ ആടിനെ അറുത്ത് കിട്ടി ഗൈസ്. ഇനി നമ്മൾ അടുത്തത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മാനിനെ പിടിക്കാൻ പോവാണ്. സോ ഗൈസ്, നമ്മൾ ആടിനെടുത്തത് ഹിസൈസിലെ കാറ്റിൽ മാർക്കറ്റിൽ നിന്നായിരുന്നു. ആടിന് കോസ്റ്റ് വന്നത് ഏകദേശം 500 ദർഹമാണ്. 500 ദർഹം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഒരു 10,000 രൂപ വരും അല്ലേ? നാട്ടിലത്തെ ഒരു 10,000 രൂപ വരും. പിന്നെ കട്ട് ചെയ്യാൻ നമ്മൾക്കായത് 25 ദർഹമാണ്. 25 ദർഹം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ എത്ര വരും? 50 രൂപ. എത്രയാണ്? 500 ദർഹംസ് നാട്ടിലത്തെ 12,000 രൂപ. കണക്കിൽ ഇത്തിരി മോശമാണ്, കുഴപ്പമില്ല. 500 ഓക്കെ. ഞാൻ ചോദിച്ചത് അതല്ല, 25 ദർഹം എത്രയാവുന്നു? 500 രൂപ. ഓക്കെ, 25 ദർഹം 500 രൂപയാണ്. ഓക്കെ, നമുക്ക് കട്ട് ചെയ്യാൻ 500 രൂപയാവും. പിന്നെ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് എവിടേക്കാണ് അർച്ചാത്? സർപ്രൈസ് അല്ല, ലൊക്കേഷൻ്റെ പേര് അലീൽ. അതെ, നമ്മൾ അലീലിലേക്ക് പോവാണ്. ഇവിടെ നിന്ന് ഏകദേശം ദുബായിൽ നിന്ന് ഏകദേശം ഒരു 1.5 hours ഡ്രൈവ് ഉണ്ട്. അപ്പോൾ നമ്മൾ അലീലിൽ പോയിട്ട് നമ്മൾ മാനിനെ പിടിക്കാൻ പോവാണ്. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ ദിവസം ഡയറ്റൊന്നുമില്ല. ഇന്ന് ഞാൻ കംപ്ലീറ്റ് ഡയറ്റൊക്കെ വിട്ട് എല്ലാ ഫുഡും കഴിക്കാൻ പോവാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കാണ്. നമ്മൾ ഓൾറെഡി മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് സ്റ്റാറിൽ നിന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുന്നത്. ആ സെയിം റെസ്റ്റോറൻറ്റിൽ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. അപ്പോൾ ഞാൻ ഇന്ന് മസാല ദോശ, മുട്ട, അങ്ങനെ എല്ലാ സാധനങ്ങളും ഞാൻ ഇന്ന് കഴിക്കും. അങ്ങനെ ഗൈസ്, ഞാൻ ഡയറ്റ് തുടങ്ങിയ പിന്നെ മസാല ദോശ കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം മസാല ദോശ കഴിക്കാൻ പോവാണ് ഗൈസ്. കുഞ്ചു എന്ത് കഴിക്കുന്നത്? സൂപ്പർ. ഇത് മുട്ട,
പിന്നെ ചപ്പാത്തി, ഹെൽത്തി, സ്റ്റിൽ ഹെൽത്തി. അർഷദ് പൊറോട്ട രാവിലെ തന്നെ, പിന്നെ സുഹേൽ പത്തിരി, യെസ്. പിന്നെ ദാ മുട്ട, വാവ് 10 മുട്ട. എനിക്കല്ല കേട്ടോ, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഉള്ളതാണ്. അപ്പം പിന്നെ നമുക്ക് നേരെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് മാനിനെ പിടിക്കാൻ പോവാം. ഗൈസ്, ഇനി അങ്ങനെ 5 മിനിറ്റും കൂടെ ഉള്ളൂ നമ്മുടെ മാനിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. പോകുന്ന വഴികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രോപ്പർ റോഡൊന്നുമല്ല, ഇങ്ങനത്തെ റോഡുകളാണ് കണ്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ അലയിലെത്തി. അപ്പോൾ ഇനി വിത്തിൻ 5 മിനിറ്റ്സ് നമ്മൾ നമ്മുടെ മാനുകളെ കാണാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് ഏറ്റവും നല്ല മാനിനെ നോക്കിയിട്ട് നമ്മുടെ അർഷദ് നമ്മൾ അവിടെ നിന്ന് ചൂസ് ചെയ്യുന്നതായിരിക്കും. ഏറ്റവും പ്രായം കുറഞ്ഞ മാൻ, അങ്ങനെയാണ് പറയണത് അർഷദ്. അല്ലാണ്ട് നമുക്ക് അപ്പൂപ്പന്മാരൊന്നും വേണ്ട. ഗ്രീൻ കളർ അങ്ങോട്ട് നോക്ക്. ഇവിടെ മാൻ മാത്രമല്ല കേട്ടോ, ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട്. ആട്, ഒട്ടകം, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. മാൻ മാത്രമല്ല, ഇതെല്ലാത്തിനെയും. നമ്മുടെ നാട്ടിൽ മാനിനെ നമുക്ക് പിടിക്കാനോ കറി വെക്കാനോ ഒന്നും പാടില്ല, ഇല്ലീഗലാണ്. പക്ഷെ ഇവിടെ അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. ഇത് അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാൻ, ഒട്ടകം, പിന്നെ എന്തൊക്കെയോ കിളികളും സാധനങ്ങളും ഇതിനെയൊക്കെ കാണാം. എന്താ പേരെന്നൊന്നും എനിക്കറിയില്ല. സോ ഇവിടെയാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് അവിടേക്ക് എത്താറായിട്ടുണ്ട്. ഇവിടുത്തെ റോഡൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് റോഡുകളാണ്. അയ്യോ, ഇവിടേക്ക് എന്തൊക്കെയോ ഉണ്ട് കണ്ടോ. ഇങ്ങനത്തെ ഒരു ഫാം അറ്റ്മോസ്ഫിയർ ആണ് എല്ലായിടവും. കോഴിയുടെ സൗണ്ട്, പിന്നെ വേറെ എന്തിൻ്റെയൊക്കെയോ സൗണ്ട്, കഴുത എല്ലാം ഉണ്ട് കൈസ്. കുതിര വരെ ഉണ്ട്. ഇനി ഇതൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. എല്ലാം ഉണ്ട്. ഈ ഏരിയ മൊത്തം ഇവിടെ ഉണ്ട്. അവിടെ അങ്ങോട്ട് നോക്കിയേ, അവിടെയൊക്കെ കണ്ടോ, അവിടെയൊക്കെ മൊത്തം ഇത് തന്നെയാണ്. എല്ലാവരും ഇത് തന്നെയാണ്. ഇത് അലയിലാണ് കേട്ടോ ഗൈസ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും മാനിനൊക്കെ മേടിച്ച് കഴിക്കണം, കുക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വരാം. അലയിൽ വന്നാൽ നിങ്ങൾക്ക് എല്ലാത്തിനെയും പിടിക്കാം. മാൻ മാത്രമല്ല, എല്ലാ സാധനങ്ങളും ഉണ്ട്. അടുത്ത പ്രാവശ്യം നമ്മൾ ഒട്ടകത്തിന് പിടിക്കുന്നതായിരിക്കും ഗൈസ്. ഇത് മാൻ സക്സസ് ആയാൽ നമ്മൾ ഒട്ടകത്തിന് ഇട്ട് വരും. പിന്നെ മാൻ്റെ പ്രൈസ് വരുന്നത് എത്രയാണ്? 2000 ദിർഹം, അതായത് ഏകദേശം നമ്മളുടെ എത്രയാണ്? 45,000 റുപ്പീസാണ് കേട്ടോ ഒരു മാനിന് വരുന്നത്. അതും ഏറ്റവും കുഞ്ഞു മാനിന് റേറ്റ് കുറഞ്ഞതാണ് 45,000 റുപ്പീസ്. വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് റേറ്റും കൂടും. നമ്മളപ്പോൾ ഓൾമോസ്റ്റ് എത്രയായിട്ടുണ്ട് എന്ന് തോന്നുന്നു. നമ്മളൊരാൾ ഓൾറെഡി വിളിച്ച് സംസാരിച്ച് അവിടെ ബുക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചേക്കാണ്. അപ്പോൾ ആൾ പറഞ്ഞ ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ വഴികളിത് വെയിലേക്ക് നോക്കിയേ, പനയുടെ ഇലകൾ കൊണ്ട് ഉണ്ടാക്കുന്ന വേലിയാണ് ഗൈസ്. പനയല്ല, സോറി, മറ്റേ എന്താണ്, ഡേറ്റ്സിൻ്റെ മരമല്ലേ അല്ലേ? അതെ, ഡേറ്റ്സിൻ്റെ മരത്തിൻ്റെ ഇല കൊണ്ടുണ്ടാക്കുന്ന വേലികൾ. നമ്മുടെ നാട്ടിൽ മറ്റേ തെങ്ങിൻ്റെ ഇലകൾ കൊണ്ടുണ്ടാക്കുന്ന പോലെ ഇത് ഡേറ്റ്സിൻ്റെ ഇലകളാണ്. ശരിക്കും നമ്മുടെ ആടുജീവിതത്തിൽ പൃഥ്വിരാജ് താമസിച്ചിരുന്ന സ്ഥലം പോലെ ഉണ്ട് ഗൈസ്. ഇത് കണ്ടോ, അവിടെയാണ് പൃഥ്വിരാജ് താമസിച്ചിരുന്നത്. സോ ഗൈസ്, നമ്മൾ അങ്ങനെ നമ്മുടെ മാനിൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ വീഡിയോസ് ഒന്നും എടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അറിഞ്ഞൂടാ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. എന്തായാലും നമുക്ക് നോക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ മാനിൻ്റെ അടുത്തേക്ക് പോവാണ്. പോണ വഴിക്ക് ഇവിടെ നോക്കിയേ, ഇത് മൗണ്ടൻ മാനുകൾ, മൗണ്ടൻ ആടോ അങ്ങനെ എന്തോ സംഭവമാണ് കേട്ടോ ഈ കാണുന്നത്. സോ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഓരോന്നിൻ്റെ ഉള്ളിൽ ഓരോ സാധനങ്ങളുണ്ട്. ഓക്കെ, സോ ഗൈസ്, നമ്മൾ പോവാണ് മാനിനെ കാണാൻ. ഓ മൈ ഗോഡ്, This is come to like
ഹലോ. ഓക്കെ, നമുക്കധികം ആ എന്നാലും കുഞ്ഞുങ്ങളല്ലേ പാവങ്ങൾ. അയ്യോ ആ യെസ് യെസ് യെസ്. വിച്ച് വൺ ഗൈസ് നോക്ക് ഗൈസ്, മാനുകൾ ഇതിനകത്ത് ഏറ്റവും ചെറുതിനെ നോക്കിയിട്ടാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നമ്മളെ കാണുമ്പോൾ പേടിയാവുന്നുണ്ട്, അപ്പോൾ അധികം അടുത്തേക്ക് പോകരുത് എന്ന് പറയുന്നുണ്ട്. ആ പിന്നെ ഇവർ ഇപ്പോൾ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമ്പിൻ്റെ സൈസ് നോക്കിയിട്ടാണ്. Oh my God. Guys, എന്താ പറഞ്ഞ സോറി നത്തിങ്, കളിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് കൊമ്പിൻ്റെ സൈസ് നോക്കിയിട്ടാണ് ഇവരുടെ പ്രായം നമുക്ക് മനസ്സിലാവുന്നത്. അതായത് കൊമ്പ് വലുതാണെങ്കിൽ പ്രായം കൂടിയതും കൊമ്പ് ചെറുതാണെങ്കിൽ പ്രായം കുറഞ്ഞതുമാണ്. ഓക്കെ, സോ ദേ ഇവിടെ വേറെ എന്തോ സാധനം, കങ്കാരു ഗൈസ്, കങ്കാരു. ഒയ്യോടാ നോക്ക്, ഇവിടേക്ക് ഇതാ ഓരോരോ മാനുകളുണ്ട് കണ്ടോ. ഇതിൻ്റെ കൊമ്പ് വലുതാണ്, സോ ഇത് വലുതാണ്. ഇതിൻ്റെ പ്രായം കൂടുതലാണ്. ബാ 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 കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന അതേ ടൈപ്പ് മാൻ, ഇതാ കണ്ട, നമ്മുടെ നാട്ടിൽ കാണുന്ന അതേ ടൈപ്പ് മാനാണ് ഗൈസ് ഇത്. അതായത് പല ടൈപ്പ് മാനുകൾ, പല ടൈപ്പ് ആടുകൾ, കങ്കാരു, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഇന്നേ വരെ കാണാത്ത സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവർ ചിലതിൻ്റെ ഒന്നും വീഡിയോസ് എടുക്കാൻ നമ്മളെ സമ്മതിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ അലൗഡ് ചെയ്ത സാധനങ്ങളുടെ വീഡിയോസ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, യെസ് കണ്ടോ, ഇതൊക്കെ പെണ്ണുങ്ങളാണെന്നാണ് പറയുന്നത്. ഇവിടെ വേറെ ടൈപ്പ് മാനുകളുണ്ട് ഗൈസ്, കണ്ടോ. ഇതൊക്കെ എന്ത് തരം മാനുകളാണ്, പേരൊന്നും എനിക്കറിയില്ല. ഇത് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ വിടുന്നത്. ഇതെല്ലാം ആണുങ്ങളാണെന്നാണ് പറയുന്നത് അല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞേ? ആ ആരോടൊക്കെ മാനോടാണ് ഈ ആക്ഷൻ കാണിക്കണത്. കണ്ടോ ഗൈസ്, ഒരു മാൻ ഫുഡ് കഴിക്കുന്നു. പല തരത്തിലുള്ള മാനുകളുണ്ട് ഗൈസ് ഇവിടെ. ഇതാണ് ഏറ്റവും ഹൈലൈറ്റ്, കങ്കാരു. അയ്യോടെ പാവല്ലേ. അങ്ങനെ നമ്മുടെ കുഞ്ചു ഏത് മാനിനെ വേണമെന്ന് ചൂസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഏത് മാൻ? വിച്ച് വൺ? ഏത്? ഇപ്പൊടി അത് ദാറ്റ് വൺ. This one, the one without, the one without. पिलर वाला छोटा वाला, ये छोटा खड़ा है. हाँ, पिलर वाला छोटा वाला. അതാണ് കറക്റ്റ് വലിപ്പം. दोनों के साथ खड़ा है, छोटा इस साइड वाला. അതേ ഉള്ളൂ, ആ വലിപ്പമുണ്ട്, ചെറുതുമാണ്. അങ്ങനെ ഗൈസ് നമ്മൾ നമ്മുടെ മാനിനെ ചൂസ് ചെയ്തു. അയ്യോടാ പാവട്ടോ. എന്താ മോനെ? അയ്യോ ഇല്ല. ഓക്കെ, അവരിപ്പോൾ നമുക്ക് എടുത്തു തരും. സോ ഗൈസ് അവർ മാനിനെ പിടിക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ വേറൊരു സാധനമുണ്ട് ഗൈസ്, നോക്കി, ആമ. അയ്യോടാ, ഹലോ ബൂബു, ഹലോ ആമക്കുട്ട. ഇവിടെ ആമയുണ്ട് ഗൈസ്, നോക്ക്. നല്ല പ്രായം ഉണ്ടാവല്ലോ. സോ ഗൈസ് അവർ ഡോർ അടച്ചു, എന്നിട്ട് നമ്മൾ ചൂസ് ചെയ്ത മാനിനെ അവർ പിടിക്കും. അപ്പോൾ പിടിക്കുന്നത് വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെ വീഡിയോ എടുക്കാൻ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ ഒരു മാനിനെ, നമ്മൾ ചൂസ് ചെയ്ത മാനിനെ പിടിച്ചിട്ട്, അവിടെ ഫുൾ ഓട്ടം ബഹളമൊക്കെയാണ് കേട്ടോ, പിടിച്ചിട്ട് ഇപ്പോൾ നമുക്ക് കൊണ്ട് കാണിച്ചു തരും നമ്മുടെ മാനിനെ. സോ ഗൈസ് അവിടെ ഒച്ചപ്പാടും ബഹളമാണ് കേട്ടോ ഗൈസ്. അവരെൻ്റെ അടുത്ത് ഇവിടേക്ക് ആട് നിനക്ക് വീഡിയോ എടുക്കരുത് പറഞ്ഞ്. അതായത് ആട് കിടന്ന് ഓടും, ആടില്ല സോറി, മാൻ കിടന്ന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. അയ്യോ കിട്ടി ഗൈസ്, അവിടെ മാനിനെ കിട്ടി. അയ്യോ
ഓ പാവം. യെസ്. അയ്യോ 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 പാവം. അങ്ങനെ ഗൈസ് നമ്മൾ ഈ പാവം ആടിനെ മാനിനെ കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. മാനിനെ കട്ട് ചെയ്യും പാവം കേട്ടോ അത്. അപ്പം നമ്മളോട് പുറത്തേക്ക് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് നിൽക്കും. അവർ മാനിനെ അവർ കട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മൾ ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. ഞാനിതിന് എഗെയിൻസ്റ്റ് ആണ്. പക്ഷേ ഇനിയൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാനിതൊന്നും കഴിക്കത്തില്ല, എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ കഴിക്കുന്നവർ കഴിച്ചോട്ടെ എന്നുള്ള ഉദ്ദേശമാണ്. നമ്മുടെ ഓഫീസിൽ ഇത്രയും പേരുണ്ട്, അവർക്ക് ഇങ്ങനെ കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഒരുപാട്. മാന്, ആട് കഴിക്കുന്ന ആൾക്കാർ, അവർ കഴിച്ചോട്ടെ, ഞാൻ കഴിക്കില്ല. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം, ഇതിൽ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്ന, ഇപ്പോൾ എന്താണെന്ന് ചോദിച്ച് കമൻറ്റ്സ് ഇടുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഈ ലോകത്ത് എല്ലാ ഭക്ഷണവും എല്ലാവർക്കും കഴിക്കാനുള്ളതാണ്. എന്ത് കഴിക്കരുത്, എന്ത് കഴിക്കണം എന്ന് പറയാനുള്ള റൈറ്റ്സ് ആർക്കുമില്ല. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ഒരു സാധനം ലീഗലി കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ കഴിച്ചോട്ടെ എന്ന് തന്നെ വിചാരിക്കാം. നമ്മൾ അതുമേൽ കൂടുതൽ ബലം പിടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ബലം പിടിക്കുമ്പോഴാണ് കൂടുതൽ ആൾക്കാർക്ക് കഴിക്കാൻ തോന്നുന്നത്. അപ്പോൾ പിന്നെ കാര്യം കൂടെ പറയാനുള്ളത്, ഇനി ഹിന്ദു വിശ്വാസപ്രകാരം അല്ലെങ്കിൽ അങ്ങനെ ഇന്ത്യൻ വിശ്വാസപ്രകാരം നമുക്ക് മാംസം കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ആളുകളോട് പറയാനുള്ളത്, കണ്ണൂർ, ഞാൻ പേര് പറയുന്നത്, അമ്പലങ്ങളിൽ മീൻ പ്രസാദം കൊടുക്കുന്ന അമ്പലമുണ്ട്. അതുപോലെ പാലക്കാട് കോഴി കുരുതി നടത്തുന്ന അമ്പലമുണ്ട്. അപ്പോൾ അതും ആനിമൽസ് തന്നെയാണ്. മീനും ഒരു ജീവിയാണ്, കോഴി ഒരു ജീവിയാണ്. അപ്പോൾ അതുപോലൊരു ജീവിയാണ് ആടും മാനും ഒക്കെ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾക്ക് മാത്രം പക്ഷാഭേദം കാണിച്ചിട്ട് അതിനെ നമ്മൾ കണ്ണടച്ച് ഇത് പാടില്ല അത് ഓക്കെയാണെന്ന് പറയുന്നതിൽ കാര്യമില്ല. കഴിക്കാൻ പിന്നെ പണ്ടത്തെ ആൾക്കാരുടെ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, നമ്മൾ കീറ്റോ ഡയറ്റ് എന്ന് പറയുന്നത് തന്നെ ആനിമൽ അതായത് നമ്മൾ മീറ്റ് കഴിക്കുന്ന ഒരു ഡയറ്റ് പ്ലാനാണ് കൂടുതലും, നോൺ വെജ് കഴിക്കുന്നത്. അപ്പോൾ അത് എവിടെ നിന്നാണ് അത് ശരിക്കും അതിൻ്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത്, പഴയ മനുഷ്യർ ശരിക്കും പറഞ്ഞാൽ അവർക്ക് 2 കാലമേ ഉള്ളൂ. ഒന്നെന്ന് പറയുന്നത് ഫ്രൂട്ട്സ് കഴിക്കുന്ന, അതായത് മഴക്കാലത്ത് ഫ്രൂട്ട്സ് കിട്ടില്ല. മഴക്കാലത്ത് അപ്പോൾ അവർക്ക് ഇതുപോലെ ആനിമൽസ് മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ പച്ചയ്ക്ക് ആനിമൽസിനെ കഴിച്ചുകൊണ്ടിരുന്ന ഒരു കാലം മനുഷ്യർക്ക് ഉണ്ടായിരുന്നു. അത് സയൻസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു 7-8 മാസം അവർക്ക് ആനിമൽസ് മാത്രം. പിന്നെ വിൻ്റർ സീസണിലാണ് അവർക്ക് പഴങ്ങൾ കിട്ടുന്നത്. അതുപോലെ അന്ന് പഴയ കാലത്ത് ഇതുപോലെ അരിയും ഗോതമ്പും ബ്രെഡും ഒന്നുമില്ല. അപ്പോൾ ആനിമൽസും കിട്ടുന്ന മരങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങളും മാത്രമേ ഉള്ളൂ ഭക്ഷണം. അപ്പോൾ അതിൽ നിന്നാണ് ഈ കീറ്റോ ഡയറ്റ് എന്നൊരു കോൺസെപ്റ്റ് തന്നെ ഉണ്ടായത്. അന്ന് അസുഖങ്ങളില്ലായിരുന്നു മനുഷ്യർക്ക്. ഇന്ന് ഈ പുതിയ ഫുഡ് വന്ന് നമ്മൾ അതാണ് നല്ലതെന്ന് പറഞ്ഞാൽ അത് കഴിക്കുമ്പോൾ അസുഖങ്ങൾ കൂടി. ഇപ്പോൾ ഡയബറ്റിക്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങളൊക്കെ കൂടിയതിൻ്റെ റീസണും നമ്മുടെ ഈ ഫുഡ് കൾച്ചറാണ്. ശരിക്കും പറഞ്ഞാൽ ആനിമൽസ് മനുഷ്യർക്ക് കഴിക്കാനുള്ളത് തന്നെയാണ്. അത് കഴിക്കേണ്ടാത്തവർക്ക് കഴിക്കേണ്ട, പക്ഷേ അത് കഴിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള റൈറ്റ്സ് ഈ ലോകത്താർക്കും ഇല്ല. കാരണം 80% ഓഫ് ദ വേൾഡ് നോൺ വെജിറ്റേറിയൻ ആണ്, 20% മാത്രമേ ഉള്ളൂ വെജിറ്റേറിയൻ. അപ്പോൾ അതാണ് നല്ലത്. ബാക്കിയെല്ലാം മോശമെന്ന് പറയാൻ ആർക്കും റൈറ്റ്സ് ഇല്ല. പിന്നെ മുസ്ലിം വിശ്വാസപ്രകാരം, ക്രിസ്ത്യാനി വിശ്വാസപ്രകാരം ഒക്കെ ഈ പറയുന്ന പോലെ ആനിമൽസിനെ കഴിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതും തെറ്റാണെന്ന് പറയുന്നത് മണ്ടത്തരാണ്. കുറച്ച് പേര് ചെയ്യുന്ന കാര്യം മാത്രം ശരി, കുറച്ച് പേര് ചെയ്യുന്ന കാര്യം തെറ്റെന്ന് പറയുന്നത് ഒരു കാര്യമില്ല. മനുഷ്യർക്ക് ജീവിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് ജീവിക്കട്ടെ. കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നെഗറ്റീവ് കമൻറ്റ്സ് ഇടേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. ഭക്ഷണം കഴിക്കുന്നത് ഇപ്പോൾ ഞാൻ കഴിക്കത്തില്ല, ഇങ്ങനത്തെയൊക്കെയാണ്. പിന്നെ കഴിക്കണോ വേണ്ടോ എന്നുള്ള ടോട്ടൽ പേഴ്സണൽ ചോയ്സാണ്. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള എല്ലാവരും കഴിക്കും. അപ്പോൾ കഴിക്കുന്നവർ കഴിച്ചോട്ടെ. അപ്പോൾ നെഗറ്റീവ് കമൻറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. ഭക്ഷണം എന്ന് പറയുന്നത്, ആനിമൽസ് എന്ന് പറയുന്നത് മനുഷ്യർക്ക് കഴിക്കാനുള്ളത് തന്നെയാണ്. അത് ഇഷ്ടമുള്ളവർ കഴിക്കാം, ഇഷ്ടമുള്ളവർ കഴിക്കണ്ട എന്ന് പറയാൻ ഒരാൾക്കും റൈറ്റ്സ് ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്താണെന്ന് നിങ്ങളുടെ കമൻറ്റ്സ് ഇട്ടേക്കില്ല. പിന്നെ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കും ഇപ്പം അവരങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങളാരും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ നമ്മളൊരു രസത്തിൻ്റെ പുറത്ത് ചെയ്തതാണ്. ഓഫീസിലെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇങ്ങനെ പോകാനും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഈ പ്ലാൻ ചെയ്തത്. ഇത് കണ്ടാൽ ഇൻസ്പയർഡ് ഒന്നും ആവണ്ട, ഇതൊരു രസം അത്രേ ഉള്ളൂ. അപ്പം ഇങ്ങനെയുള്ള വീഡിയോസ് ഇനിയും നമ്മൾ ഈ ചാനലിൽ കൂടെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഓക്കെ, ശരി വന്നു. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ കുഞ്ചിന് പറയാനുള്ളതൊക്കെ നിങ്ങൾ കേട്ടല്ലോ. അതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ചെറിയൊരു വിഷമം, ആ പാവത്തിന് അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നതും അതിനെ കൊല്ലും. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്. പിന്നെ എന്താണ്, ഇനി അവിടെ കങ്കാരു, പിന്നെ ഇവിടെ വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് ഇവർ വീഡിയോ എടുക്കാനും സമ്മതിക്കുന്നില്ല. എന്നോട് വീഡിയോയിൽ പറയരുതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനതൊന്നും പറയാത്തതും വീഡിയോയിൽ കാണിക്കാത്തതും. എനിവേ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ മാനിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, മാനിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും മാനിനെ ഫുള്ള് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് അവർ നമുക്ക് കൊണ്ടുത്തരും. നമ്മളതിനെ ഐസ് ഇട്ടിട്ട് കവർ ചെയ്ത് നമ്മൾ ഇനിയിപ്പോൾ ദുബായ് വരെ ഡ്രൈവ് ചെയ്യണമല്ലോ, ദുബായ് വരെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ നമുക്കിനി കുറച്ച് നേരം നമ്മുടെ മാനിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ മാനിനതാ ഐസ് ഇട്ട് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. സോ ഇനി നമ്മളിതിനെ വണ്ടിയിലേക്ക് കയറ്റാൻ പോവാണ്.
സോ ഗൈസ് അങ്ങനെ നമ്മുടെ മാനിനെ പെട്ടിയിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ വണ്ടിയിലേക്ക് വെക്കാൻ പോവാണ്. ഇനി നമ്മൾ നേരെ മാനിനെ കുക്ക് ചെയ്യാൻ കൊണ്ടുപോവാണ് ഗൈസ്. കുക്ക് ചെയ്യണത് ഞങ്ങളല്ല കേട്ടോ, നമ്മൾ വേറെ അർഷാദിൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തിനെ ഏൽപ്പിച്ചേക്കാണ് കുക്ക് ചെയ്യാൻ. അപ്പോൾ ആൾ നമുക്ക് കുക്ക് ചെയ്ത് കൊണ്ടുതരും. ഓക്കെ, അപ്പോൾ കുക്ക് ചെയ്തിട്ടുള്ള വീഡിയോസും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, എന്നിട്ട് ബാക്കി നമ്മുടെ ഓഫീസിലെല്ലാവരും കഴിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതും നിങ്ങളോട് ഞാൻ പറയാം. സോ ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ ഒരു ഫാം ഹൗസിലെത്തിയേക്കാണ്. നമ്മുടെ ആടും നമ്മുടെ മാനും എല്ലാവരും നമ്മളിന്ന് കുക്ക് ചെയ്ത് കഴിക്കാൻ പോവാണ്. അതൊക്കെ ഞാൻ വീഡിയോ കാണിച്ചു തരാം. ഞങ്ങൾ ആടിൻ്റെയും മാൻ്റെയൊക്കെ പിന്നാലെ പോയതുകൊണ്ട് ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഇത്തിരി ലേറ്റായി. പക്ഷേ ഓഫീസിലുള്ള എല്ലാ ആൾക്കാരുടെയും വണ്ടികളാണ് ഈ നിരന്ന് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓഫീസിലുള്ള ഏകദേശം 50ഓളം ആൾക്കാർ ഇപ്പോൾ ഇവിടെ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? ഉമ്മൽ ഖോയിനിൽ ഒരു ഫാം ഹൗസിലാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഫാം ഹൗസിൻ്റെ ബാക്കിയുള്ള വിഷ്വൽസ് കാണിച്ചു തരാം. രാവിലത്തെ വിഷ്വൽസ് കാണിച്ചു തരാം. ആ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ എത്തിയപ്പോഴേക്കും കുറച്ച് ലേറ്റായി. കാരണം ഞങ്ങൾ ആടിൻ്റെ മാൻ്റെ പിന്നാലെ ആയിരുന്നല്ലോ, അതുകൊണ്ട്. സോ നല്ല ഭംഗിയുള്ള ഫാം ഹൗസാണ്. 7 ബെഡ്റൂം, പിന്നെ ഒരു വലിയ പൂള് ഒക്കെ ഉണ്ട്. അവിടെ ഒരു സീഷ കോർണർ ഉണ്ട്. വാ കാണിച്ചു തരാം. പിന്നെ ഇവിടെ വേറെ അഗെയിൻ സീഷ കോർണർ 2, അവിടെ കുറെ കിളി പോയ ആൾക്കാരുണ്ട്. വരൂ, എന്താ എന്നാണ് സീഷ കോർണർ 2-ൽ ആളുകൾ. ഇത് സീഷ ഒന്നും വലിക്കാത്ത ഒരു മാന്യനായ വ്യക്തിയാണ്. പകൽ മാന്യനാണ്. സീഷ വലിക്കൂല, ഡ്രിങ്ക്സ് കഴിക്കൂല, സിഗരറ്റ് വലിക്കൂല, ഒന്നും ചെയ്യൂല. പക്ഷെ മാനിനെ കൊല്ലാൻ ഏറ്റവും ആദ്യം എന്നോട് പറഞ്ഞത് എവിടെ പോയി പോയ ബാസിലാണ് ഗൈസ്. പിന്നെ ഇത് നമുക്കിവിടെ ഒരു ചെറിയൊരു മച്ച്ലീസ് അല്ലേ ഇത് അല്ലേ, ഒരു മച്ച്ലീസ് പോലത്തെ ഒരു സ്ഥലമുണ്ട്. ഓക്കെ, ഈ മച്ച്ലീസിലിരുന്ന് നമ്മളിവിടെ ഓരോരോ ഐറ്റംസ് ഗ്രില്ല് ചെയ്യുന്നതാണ്. ഓക്കെ, ഞങ്ങൾ വന്നാലല്ലേ ഫുഡ് എത്തുള്ളൂ, അതുകൊണ്ട് ഇത്രയും നേരം ഒരു പട്ടിണിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോഴാണ് ഇവർ ഗ്രില്ലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് ഗൈസ്. മാൻ അണ്ടർ കുക്കിങ്ങിലാണ്, മാനും ആടും കുക്കിങ്ങിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാൻ ഓൺ ദ വേ ആണ്. നമ്മൾ കുക്ക് ചെയ്താൽ മാനിൻ്റെ ആ എന്താ പറയുക കുക്കിംഗ് ടെമ്പറേച്ചറും കാര്യങ്ങളൊന്നും നമുക്ക് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറൊരാളെ കുക്ക് ചെയ്യാൻ ഏൽപ്പിച്ചേക്കാണ്. ഇത് കുക്ക് ചെയ്തിട്ട് ഒരു 10-11 മണിയാകുമ്പോഴേക്കും നമ്മൾക്ക് എത്തും. പിന്നെ ഇതാണ് ഒരു വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് ഈ ഫാം ഹൗസിൽ, കണ്ടോ. രാവിലെ നമ്മൾക്ക് ഗെയിമൊക്കെ കളിക്കാൻ പറ്റിയൊരു സ്ഥലമാണിത്. ഓക്കെ, അപ്പോൾ ബാക്കി ഞങ്ങളില്ലാത്ത സമയത്തെ വീഡിയോസും പിന്നെ ബാക്കി നാളെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടേ നമ്മളിവിടുന്ന് പോവുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, സോ ഗൈസ് ഈ ഫാം ഹൗസിൻ്റെ ഉള്ളിൽ 7 ബെഡ്റൂം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഞാൻ ഇൻറ്റീരിയർ കാണിച്ചു തരാം കേട്ടോ. ഇത് റിയൽ എസ്റ്റേറ്റ് കണ്ടന്റ് അല്ല കേട്ടോ ഗൈസ്, വരൂ. ഓക്കെ, ഫാം ഹൗസ് ഇവിടെ നമുക്കിതിന് 2 എൻട്രൻസ് ഉണ്ട് കേട്ടോ ശരിക്കും. ഇത് ഒരു വിസിറ്റേഴ്സ് റൂമാണ്. ഈ വിസിറ്റേഴ്സ് റൂമിലേക്ക് നമുക്ക് 2 ഇപ്പം ഞാൻ വന്ന വഴി കൂടെയും കയറാം, ആ ഫ്രണ്ടിൽ ആ പൂളിൻ്റെ അതിൽ കൂടെയും കയറാം. ഒരു നല്ല വിശാലമായ വിസിറ്റേഴ്സ് റൂമാണ്. ഇനി വിസിറ്റേഴ്സ് റൂമിൽ നിന്ന് നമുക്ക് ബെഡ്റൂമുകളിലേക്കും ഒക്കെ പോവാം. ഓക്കെ, ഇവിടെ എന്തുവാ, ഇത് ബെഡ്റൂമാണോ? അല്ല, ഇതൊരു മാസ്റ്റർ ബെഡ്റൂമാണ് ഗൈസ്. അവിടെ ഒരാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നമുക്ക് പിന്നെ എടുക്കാം. ഓക്കെ, അടുത്തത് ഇത് വേണ്ട, അവിടെ ഇങ്ങനെ ഈ കോർണറിൽ കാണുന്നതെല്ലാം ഈ അറ്റം തുടങ്ങി ആ അറ്റം വരെ ഓരോരോ ബെഡ്റൂമുകളാണ് കേട്ടോ. ഓക്കെ, ഇതിൽ ഇപ്പോൾ എല്ലാ റൂമിലും കയറാൻ പോയി കഴിഞ്ഞാൽ ഇപ്പോഴെങ്കിലും ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരൊറ്റ ബെഡ്റൂം മാത്രമായിട്ട് ഞാൻ കാണിച്ചു തരാം. എല്ലാ ബെഡ്റൂമും ഓൾമോസ്റ്റ് ഒരുപോലെ തന്നെയാണ്, പിന്നെ കുറച്ച് സൈസിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആരുമില്ലല്ലോ അല്ലേ? യെസ്, ആരുമില്ല. കമോൺ. ഇതൊരു ബെഡ്റൂമിലേക്ക് കയറുന്നതാണ്. ഈ ബെഡ്റൂമിൽ നമുക്കൊരു ചെറിയൊരു വിസിറ്റിംഗ്
വിസിറ്റേഴ്സ് റൂം പോലത്തെ ഒരു റൂമുണ്ട്. പിന്നെ ഇതൊരു ബെഡ്റൂം. ഓക്കെ, ഇവിടെയും ആരൊക്കെയോ സെറ്റിൽഡാണ്. ഈ ഡോറ് കണ്ടു ഗൈസ്, പഴയ നമ്മുടെ നാട്ടിലത്തെ ഒരു ട്രഡീഷണൽ ഡോറ്. അതുപോലെ തന്നെ നോക്കി ഈ ഒരു വിൻഡോ നോക്കി, ആ ഒരു ട്രഡീഷണൽ സ്റ്റൈലിലുള്ള വിൻഡോ. ഇത് അറബിക്കും നമ്മുടെ ഇന്ത്യനും കൾച്ചറൊക്കെ ഏകദേശം സിമിലർ ആണ്. ഇത് കണ്ടോ ഈ ലൈറ്റൊക്കെ വയ്ക്കും മുകളിലത്തെ. ഫാത്തിമയ്ക്ക് നേരത്തെ എത്തി ഗൈസ്. ഫാത്തിമയ്ക്ക് 4 മണിക്ക് എത്തി. ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഇപ്പം എത്ര മണി? 8-9 മണിയായി. ഫാത്തിമ മാൻ കഴിക്കും. ആ ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം. വിളക്ക് പിടിച്ച് നിൽക്കണ പോലെയാണ് ഗൈസ്, ഈശ പിടിച്ച് നിൽക്കുന്നത്. ഒരാൾ വിളക്ക് പിടിച്ചത് പുകയൊക്കെ ഇതൊക്കെ വീഡിയോയിൽ വരും, കുഴപ്പമില്ലല്ലോ. വിളക്ക് കത്തിച്ചിങ്ങനെ നടക്കണത് പോലെയാണ് ഗൈസ് ഓരോ ആൾക്കാർ. അപ്പൊ പിന്നെ പ്രശ്നമില്ല. ഇനി ഗ്രിൽ ഐറ്റംസ് എന്തായെന്ന് നമുക്ക് നോക്കാം. ഈ സൈസും ബാസിലിന്റെ സൈസും ഹൈറ്റ് ഒക്കെ ഒന്ന് തന്നെയല്ലേ? നമുക്ക് ബാസിൽ അങ്ങനെ തന്നെ ഇട്ടിട്ട് അങ്ങോട്ട് ഗ്രില്ല് ചെയ്യാം. ഇത് നമ്മുടെ ചിക്കൻ, നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കനാണ് ഗൈസ് ഇത്. ഗൈസ് അങ്ങനെ രാത്രി 12:30 ഓക്കെ ടൈം, 12:30 നമ്മുടെ മാൻ എത്തിയിട്ടുണ്ട്. സോ നമ്മൾ മാനിനെ തുറക്കാൻ പോവാണ്. ഓക്കെ, ഇവിടെ ഇത് മാന്റെ തല, ഇത് മാൻ മൊട്ടയിട്ടു ഗൈസ് ഇൻ ബിറ്റ്വീൻ. നമ്മൾ അറിയാണ്ട് അതല്ലേ പ്രശ്നം, അതല്ലേ പറഞ്ഞേ. ഇനിയിപ്പോ നമ്മള് മാനെ ഒരു വീഡിയോ നമ്മള് ടേസ്റ്റ് ഒക്കെ നോക്കും. നല്ല ടേസ്റ്റ് ഒക്കെ ഞാൻ കഴിക്കൂല കേട്ടോ. നല്ല ചിക്കൻ കറിയുടെ മണമാണ് കേട്ടോ. അതെ, നല്ല ചിക്കൻ കറിയുടെ അങ്ങനെ കഴിച്ചിട്ട് കഴിക്കണം തോന്നുന്നുണ്ട്, പക്ഷെ ഞാൻ കഴിക്കില്ല. അപ്പൊ ഇവരൊക്കെ കഴിച്ചിട്ട് നമുക്ക് ടേസ്റ്റ് ഇതൊക്കെ നെയ്ച്ചോറാണ്. നാളെ രാവിലെ നമ്മുടെ ആട് വരും. ഓക്കെ, ഇത് നെയ്ച്ചോറ്. മാന്റെ തലയുണ്ട് നോക്കി, തല അതുപോലെ തന്നെ മണം വേണോ എന്താ തല. ആ പാവം വെജിറ്റേറിയൻ എന്തെങ്കിലും കൊടുക്കണോ? മാങ്ങയുണ്ട്. സോ ഗൈസ്, ഇന്നലത്തെ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? നമ്മൾ ഓഫീസിലത്തെ എല്ലാവരും കൂടെ നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ഇവിടെ എൻജോയ് ചെയ്തു. നമ്മുടെ മാനിനെ കഴിച്ചു. അങ്ങനെ എല്ലാം നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഇപ്പോൾ രാവിലെ ഞങ്ങളെല്ലാവരും എണീറ്റ് അവിടെ കുറേ പേര് പൂളിൽ കളിക്കുന്നു, കുറേ പേര് ക്ലീനിങ്, പിന്നെ കുറേ പേര് ചായ ഉണ്ടാക്കുന്നു. പിന്നെ നമ്മുടെ മാനല്ലല്ലോ ആട്, യെസ് ആട് ഓൺ ദ വേ ആണ്. ആടാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ചായ ഉണ്ടാക്കുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. വാ, ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇവിടെ എല്ലാവരും. സഫ്നയുടെ സ്പെഷ്യൽ ചായ. മധുരമുണ്ടോ കുഞ്ചു? കിടിലൻ ചായ. ഹലോ, അടിപൊളി, സൂപ്പർ. അയ്യോ, നല്ല ചായ ആയിരിക്കും. ചൂടാണോ? അവര് വരുന്നുണ്ട് മാനായിട്ട്, അല്ല ആടായിട്ട്. ആടല്ലേ? ആട് കുക്ക് ചെയ്ത് ഓൺ ദ വേ ആണ്. അപ്പം ആടിനെ നമ്മൾ ആട് സ്റ്റൂവും പൊറോട്ടയും പിന്നെ വെജ് സ്റ്റൂവും വെജ് കുറുമയും അങ്ങനെ ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഉണ്ട്. അതൊക്കെ ഇനി ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞങ്ങളിവിടെ നിന്ന് ഒരു 12-1 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങളിവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യും. സോ ബാക്കി വീഡിയോസ് ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോസൊക്കെ വരുന്നതാണ്.
ഗൈസ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമായി. നമ്മളുടെ ഇന്നലെ കണ്ടില്ലേ ആ ആടാണ് ഗൈസ് ഇതിലിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ആടിൻ്റെ സ്റ്റൂ ആണല്ലോ ഇത് അല്ലേ? ആട് കുറുമ ഇറങ്ങിയ ആടിൻ്റെ കുറുമയാണ് ഗൈസ് ഇത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്.